ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ന്യൂബി 123. നമ്മിന്ന് കളിക്കാൻ പോകുന്നത് ബസ് മിനിറ്റർ ഇന്ത്യന്ന്. നമ്മിന്ന് കൊമ്പൻ ബസ്സിൻ്റെ മോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കരിയർ മോഡ് കളിക്കാം. നമ്മിന്ന് കരിയർ മോഡിൽ ടെർമിനൽ ആൻഡ് സ്ട്രീറ്റാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോയിൽ ടെർമിനൽ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഈ ലൊക്കേഷൻ അടയാളപ്പെടുത്തുന്നത് മാത്രമേ നമ്മൾ അടുത്തേക്ക് മാത്രമേ പോകും. പക്ഷേ ഇത് നമുക്ക് റോഡിന് സൈഡിൽ നിന്നെല്ലാം ആൾക്കാരെ കയറ്റുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ലോഡിങ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊമ്പൻ ബസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് അടിക്കുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുന്ന് കൊച്ചിയിലാകെ 2 ആൾക്കാരേ ഉള്ളൂ ഗൈസ്. കേരളം പറ്റുന്ന കാര്യമില്ല. കൊമ്പനെ കണ്ടിട്ടാകെ 2 ആൾ മാത്രമേ കയറുന്നുള്ളൂ. ഇത് കഷ്ടം ഗൈസ്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ബസ് നേരെ മൈസൂർ അങ്ങോട്ടല്ല പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കയറുന്നതാണ്. പകുതി ടിക്കറ്റ് വിലയാണ് നമ്മൾ ഇതിലെടുക്കുന്നതുള്ളൂ. എന്നുവെച്ചാൽ അത്ര പൈസ ഒന്നും എടുക്കില്ല, പകുതി പൈസ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് കയറുക. നമ്മൾ കൊച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. കാണുന്നവരെല്ലാം പ്ലീസ് കൈയാട്ടിയിട്ട് ബസ്സിൽ കയറണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ കൊച്ചി മെട്രോ പാല വീടുന്നല്ല സുഭാഷ് കുടുങ്ങിയത് നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ട, സുഭാഷ് കുടുങ്ങിയ സ്ഥലത്തോട്ടെല്ലാം വണ്ടി ഓട്ടിക്കുന്നത്. മെട്രോയിൽ നമുക്ക് കഴിഞ്ഞു ഗൈസ്. മെട്രോൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞു. ഇത് നാഷണൽ ഹൈവേ എന്ന് തോന്നുന്നു. നാഷണൽ ഹൈവേന്ന് ഗൈസ്. നമുക്ക് നാഷണൽ ഹൈവേ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നേരെ ഈ പാലം കയറിയിട്ടുണ്ട്. പാലത്തിനെല്ലാം ഓവർടേക്ക് ചെയ്യുന്നത്. ഈ പാലം നല്ല പാലം ഗൈസ്. എന്നുവെച്ചാൽ അപ്പുറത്ത് ഇങ്ങനെ വണ്ടി വരില്ല, അപ്പുറത്തെ വണ്ടി വരാൻ വേറെ പാലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓവർടേക്കെല്ലാം ചെയ്യാൻ കഴിയും. ഒറ്റപ്പാലാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഗൈസ്. അങ്ങനെ പിന്നെ ഇതിൽ മലബാർ മാപ്പിലോട്ട് നമ്മൾ ഈ മൈസൂറിൽ പോകുന്നു ഗൈസ്. മലബാർ മാപ്പില്ലേ വെച്ചാൽ ഈ മലബാർ മാപ്പ് വെച്ചാൽ അതിലോട്ട് വഴിയുണ്ട്. ആ മലബാറിൽ എത്തുമെന്ന് അറിയില്ല. ഈ ഒരു വയനാട് കോഴിക്കോടെല്ലാം ഉണ്ടാവുമായിരിക്കും. കണ്ണൂറും കാസർഗോഡും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നേരെ കോഴിക്കോടിൻ്റെ അതിലോട്ട് നേരെ മൈസൂർ എത്താനുള്ള സിമ്പിൾ. അതുകൊണ്ട് അങ്ങനെ കണ്ണൂരിലൊന്നും പോവില്ല. അതുകൊണ്ട് ഈ 2 ജില്ലക്കാർക്ക് വളരെ സങ്കടമായിരിക്കും. കൊമ്പന് ഫ്രീ ആയിട്ട് കൊമ്പനിൽ കയറാം. എന്നുവെച്ചാൽ പകുതി പൈസ തരണേ, എന്നാലേ ഫ്രീ ആയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും മുഴുവനായിട്ട് ഫ്രീ അല്ല ഗൈസ്. അങ്ങനെ ഇവിടെ ആദ്യത്തെ ആൾക്കാർ എന്നുവെച്ചാൽ നാടുന്നൊരു കുറച്ചാളെ കയറ്റിന് ഇങ്ങനെ നിർത്തിയിട്ട്, പിന്നെ കുറച്ചാൾ ഇവിടുന്ന് കയറ്റിയിട്ടുണ്ട് ഗൈസ്. കൊമ്പനെ കണ്ടുകൊണ്ട് കൊച്ചിയിലുള്ള ആളെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ഗൈസ്. കണ്ട, റോട്ടിൽ നിന്ന് കൈയാട്ടിച്ച് കണ്ട ആൾക്കാർ കയറുന്നു. ഭയങ്കര സപ്പോർട്ടാണ് കൊമ്പനെ കണ്ടോണ്ട്. പക്ഷെ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ സപ്പോർട്ട് ഇട്ടിട്ടില്ല ഗൈസ്. ആകെ 2 ആളെ ഉണ്ടായിട്ടുള്ളൂ. അത് ആരും അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു, നമ്മൾ ആരും അറിയിച്ചിട്ടില്ല. ഈ കൊമ്പനി ഇവിടുന്ന് സർവീസ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ സർവീസാണ് കൊമ്പൻ്റെ. അങ്ങനെ ലോഡിങ് മാപ്പ് ആയിട്ടുണ്ട്. അടുത്ത മാപ്പ് ലോഡിങ് ആകുകയാണ്. അടുത്ത മാപ്പിന് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഒരു വയലിൻ്റെ സൈഡിലോട്ടല്ല, ഒരു നാച്ചുറൽ വൈബിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നാച്ചുറൽ വൈബാണ് നമ്മുടെ എത്തിയിട്ടുള്ളത് ഗൈസ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും കയറാം കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞാൻ ഈ ബസ്സിനോട് കയറ്റുന്നതാണ്. പിന്നെ അങ്ങനെ ആകാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇതിലിപ്പോൾ ശരിക്കും കയറ്റാൻ കഴിയില്ല, അത് വേറെ കാര്യം. പക്ഷേ വാഴത്തോട്ടത്തിൻ്റെ സൈഡിലോട്ടല്ലേ പോകും. നമുക്ക് ഇവിടുന്ന് ഒരു കൊല അടിച്ച് പറ്റിയാലോ. വാഴത്തോട്ടം സൈഡിലോട്ട് പോകും. കണ്ട, ഇവിടുന്നും ആൾക്കാരുണ്ട്. കണ്ട, കാണുന്നല്ല നമ്മളെ വണ്ടി കയറിയ സീറ്റ് ഫുള്ളാകുമ്പോൾ സീറ്റാകെ കുറച്ചേ ഉള്ളൂ. ചെറിയ കൊമ്പനാണ്, വലുതില്ല. ദാവൂദൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊമ്പൻ ദാവൂദൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ ബസ്സാണ്, കുറച്ച് വലിയ ബസ് എടുക്കുകയാണ് ഇതിന് അല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു വലിയ ബസ് എടുക്കാം കൊമ്പൻ്റെ.
ഗൈസ് ഇവിടെ കൊമ്പൻ ദാവൂദിതാ അടിച്ച് പറപ്പിച്ച് പോകുന്നു. പിന്നെ വയലിൻ്റെ സൈഡിലോട്ടെല്ലാം പോകുന്നു. ഒരു നാച്ചുറൽ വൈബാണ് ഇതിലോട്ട് കിട്ടുന്നത്. ഏത് സ്കൂളിൻ്റെ മുന്നിലോട്ടെല്ലാം പോകുന്നത്. ഗൈസ് വീഡിയോ ആൾക്കാർ ഇത് കാണാത്ത നല്ല ആൾക്കാർ കയറുന്നു ഗൈസ് കൊമ്പനെ കണ്ടിട്ട്. കൊമ്പൻക്ക് ഇത്രയും ഫാൻസാ ഗൈസ്. കണ്ട കൊമ്പൻ്റെ ഇനി ഇവർ കാണുമ്പോൾ മറ്റേ ഓരെന്താ പറയുക വീഡിയോ കാണുമോയെന്നറിയില്ല. ഇങ്ങനെ സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ട് ഫൈൻ ഇടുമോയെന്നറിയില്ല. MVD കാണാണ്ട് നിന്നാൽ മതി. കൊച്ചിയിൽ കുറേ പോലീസുകാർ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടാവും. പറയാൻ കഴിയില്ല. ഞാൻ പോലീസിനെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. എവിടെയാണെന്ന് ഓർമ്മയില്ല. പക്ഷെ അതൊന്നും ആക്കിയിട്ടില്ല. ഫൈൻ ഇടാണ്ട് നിന്നാൽ മതിയായിരുന്നു. ഫുള്ള് ലൈറ്റും ഇതെല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. ഫുള്ളും സ്റ്റിക്കറെല്ലാം ഇല്ല. അതിൽ പറപ്പിക്കുമെന്നറിയില്ല. അതിൽ പറപ്പിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിന് ഇതാകും. പോലീസിന് പോയിട്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ചളയും. നമ്മുടെ കൊമ്പൻ്റെ സ്റ്റിക്കർ പറിച്ചിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ചുരം കയറിയത് ചുരം തന്നെയല്ലേ എല്ലാം തോന്നുന്നു. ചുരം തന്നെയാണെന്ന് തോന്നുന്നു. വയനാട് എത്തിയ വയനാടാന്ന് തോന്നിയില്ലേ? വയനാട് ചുരം കയറാൻ തുടങ്ങി. കണ്ട ചുരം കയറുമ്പോൾ വേറെ തന്നെ റോഡാണ് ഗൈസ്. ചുരം കയറാൻ തുടങ്ങി ഗൈസ്. വയനാട് എത്തിയെന്നാണ് ഒരു വയനാടിൻ്റെ ഒരു ഫീലുണ്ട്. വയനാട് എത്തിയ എനിക്ക് ശരിക്കും അറിയില്ല. വയനാട് എത്തിയിട്ടില്ല തോന്നുന്നു ഗൈസ്. ഇത് വേറെ ചുരം തോന്നുന്നു. ഇത് നമ്മുടെ കർണാടകയിലേക്ക് പോകുമ്പോൾ ഒരു ചുരം എന്താന്ന് തോന്നുന്നു. അല്ലാണ്ട് വയനാട്ടിലെത്തിയെന്ന് നമുക്ക് തോന്നുന്നില്ല ഗൈസ്. ചുരം തന്നെയാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം മുന്നിൽ മാപ്പ് നോക്കിയാൽ ഫുള്ള് വളവും തിരിവാണ്. പാമ്പ് പോലത്തെ റോഡാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചുരം തന്നെയാണ് ഗൈസ്. ചെറുതായിട്ട് വണ്ടി അവിടെ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ശരിയാക്കണം പിരാന്തി. നമുക്ക് ശരിയാക്കാൻ എവിടെയെങ്കിലും നോക്കാം. മറ്റേ വർക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ശരിയാക്കാം. കണ്ടിട്ടില്ലെങ്കിലാണ് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ ആവശ്യത്തിന് വർക്ക് ഷോപ്പൊന്നും കാണൂല. അല്ലെങ്കിൽ കുറേ വട്ടം കാണും ഗൈസ്. വല്ലാത്ത ടേണിങ്ങെല്ലാം വരുന്നത്. കുറച്ച് തിരിക്കാൻ പണിയാണ്. ഇപ്പോഴത്തെ വണ്ടി വന്നെങ്കിൽ അതിനെക്കാര്യം പണിയാണ്. ആടെ പേടിച്ച് ഗൈസ്. ആടെയും പേടിച്ച്. പക്ഷേ ഇതായിട്ടില്ല. വണ്ടിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ആടെ പോയി അടിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളെ വണ്ടി പിന്നെ ഞാൻ പിന്നെ ചുരത്തുനിന്ന് മലയാളം ഓട്ടിക്കില്ല. ഞാൻ പിന്നെ ഫുൾ സ്പീഡിൽ ഓട്ടിക്കും. ഒരു 90-100 ചുരത്തിലെല്ലാം ഓട്ടിക്കും. പിന്നെ കുന്ന് കയറുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് സ്പീഡ് കുറയും. അതെല്ലാവർക്കും അറിയില്ല. അങ്ങനെ നമ്മളെ ഗിയറിൽ 6-ലിട്ടിട്ടാണ് പോകുന്നത്. 100-ലെല്ലാം എടുത്തിട്ട് പോയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അടിക്കുമെന്ന് പറയുമ്പോൾക്ക് അടിച്ച് ഞങ്ങൾ തെറിച്ചടിച്ചിട്ട് എവിടെയെങ്കിലും പറന്ന് പോയിട്ട് അങ്ങ് എവിടെയെങ്കിലും അടിക്കാണ്ട് നിന്നാൽ മതി. ചിലപ്പോൾ അങ്ങനെ ആകാറുണ്ട്. ഈ ചുരം കീയുമ്പോഴും നേരെ എയറിലോട്ട് മറ്റേ പോകുന്ന പോലെ ഉണ്ടാവും. മറ്റേ വിമാനം പോകുന്ന പോലെ ഉണ്ടാവും ഗൈസ്. വണ്ടി തിരിച്ച് പൊട്ടിച്ച് ലാസ്റ്റ് പോയിട്ടില്ല പോയിന്ന ഗൈസ് വിചാരിച്ചേ. ഗൈസ് ഞാൻ അവിടെ നിന്ന് പോയിന്ന് വിചാരിച്ചേ ഗൈസ്. ചുരം അങ്ങനെ കീയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ടൗണിലെത്തിയാൽ മതി. ചുരം കീഞ്ഞ് കയറി മതിയായി. നമുക്കൊരു ഷോർട്ട് കട്ട് എടുത്താലോ എന്നുവെച്ചാൽ ഈ കുന്നിൻ്റെ നേരെ ഈ സൈഡിൽ കാണില്ലേ മല നേരെ കീഞ്ഞാൽ പോലെ താഴത്തെ റോഡ് എത്തിയില്ലേ. പക്ഷെ ഇതിലോട്ടൊക്കെ എനിക്ക് വേണം ബസ്സിന് കുറേ ഡാമേജ് ആവും. അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചിട്ട് തന്നെ കീയാണ് ഗൈസ്. മര്യാദയ്ക്കാൻ മറ്റേ കുടുങ്ങി പറന്നു പോയിട്ട് അടിച്ച് ഗൈസ്. ഫുൾ കുടുങ്ങി ഗൈസ്. ബസ് എയറിലേ ഉള്ളേ ഗൈസ്. ബസ് എയറിൽ അങ്ങനെ ബസ് തിരിച്ചുകൊണ്ടായിട്ടുണ്ട്. നമുക്ക് കാർട്ടെല്ലാം വിളിച്ച് പൈസയെല്ലാം കൊടുത്ത് അങ്ങനെ ബസ് തിരിച്ചെടുത്തിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ഗൈസ് എന്നാലും ബസ് എങ്ങനെയാണ് എയറിലായേ അത് നമുക്ക് തിരിയുന്നില്ല. നമുക്കിനി ഏതെങ്കിലും അർജൻറ്റായിട്ട് വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം.
ബസ്സിന് നല്ല ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ മല കീഞ്ഞിട്ട് വരാം, അങ്ങനെ വരാൻ കഴിയും. സൈഡിൽ ഇത് കെട്ടിയിട്ട് സിമെൻ്റ് കൊണ്ട് ഇത് വാർത്ത് വെച്ചിന്. അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അതിലോട്ട് വരാൻ കഴിയില്ല. നമുക്ക് സൂക്ഷിച്ചിരുന്ന് തിരിക്കാം. പിന്നെ വീണ്ടും മല കീഞ്ഞ് പോകുമ്പോൾ തെറിച്ചടിച്ച് പോകാനും നടക്കൊണ്ട് കഴിയില്ല. താഴെ ആൾക്കാരുണ്ട് ഗൈസ്, നമ്മളെ കൊമ്പൻ്റെ ഫാൻസ്. സ്കൂൾ കുട്ടികൾ വരെ നമ്മളെ ബസ്സിൽ കയറാൻ കാത്ത് നിൽക്കുകയാണ്. നമ്മളെ സ്കൂൾ കുട്ടികൾ പോലും ഗൈസ് വാതിൽ തുറന്ന് നിർത്തിയിട്ടുണ്ട്. ആൾക്കാർ കയറാൻ അറിയില്ല. ആൾക്കാർ കയറിക്കഴിഞ്ഞാ ഇത് കുന്നുമ്പരാൻ നിർത്തിയേ. അവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ആൾക്കാരെല്ലാം കയറിയെന്ന് തോന്നുന്നു. ആൾക്കാർ കയറി. അവിടെ വാതിൽ കൂട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ അവിടെ നിർത്തിയിട്ടിന് ബസ്. ആൾക്കാർ കയറിയിട്ടില്ല അത് വെച്ചിട്ട് ഗൈസ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവില്ല. മണ്ണെടുത്ത് വെച്ചിന് ഏറ്റവും നമുക്ക് കുട്ടേട്ടനല്ല അവിടെ പേരൊന്നുണ്ടല്ലോ, ഷിബുവാ അമ്മ എന്തോ പേരുണ്ട്. ഞാനിപ്പോൾ കുറേ മഞ്ഞമ്മൽ പോയി സന്ധിക്ക് ഓരോ മറന്നുപോയി. പിന്നെ നമ്മൾ ഈ ചില ബസ് ഉണ്ടാവും പണ്ടത്തെ KSRTC പോലത്തെ ബസ്, പച്ച കളർ. ചിലതുണ്ടാവും ബാക്കിൽ പ്ലീസ് ഫോൺ ഓക്കെ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടാവും. തുരുമ്പിച്ച ബസ്സാണ്, തുരുമ്പിച്ച്. പക്ഷെ നമ്മളെ ബസ്സെല്ലാം കിട്ടില്ല. ഒരു തുരുമ്പ് പോലെയില്ല, 0% തുരുമ്പാണ് ഗൈസ്. അടുത്ത നമ്മൾ അവിടെ എത്തി നമുക്കറിയില്ല. ഇത് കണ്ടിട്ടൊരു കോഴിക്കോടെത്തി ഗൈസ്. കോഴിക്കോടെത്തി. അപ്പം അടുത്ത ചെയ്ത സ്ഥലം കോഴിക്കോടുള്ളവരെല്ലാം ഇപ്പം തന്നെ ലൈക്ക് അടിക്കും. നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോടുള്ളവരെല്ലാം ലൈക്ക് അടിക്കും. നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഗൈസ് ആരെല്ലാം കയറുന്നുണ്ട് ബസ്സിൽ തന്നെ. കോഴിക്കോടെല്ലാം കിട്ടിയില്ല പണ്ടേ. കോഴിക്കോട് നിന്ന് ഒരു ബിരിയാണി വെച്ചാലോ? കോഴിക്കോടത്തെ ബിരിയാണിയെല്ലാം കിട്ടില്ല എന്ന് പറയാറുണ്ട് ഗൈസ്. അങ്ങനെ വാതിൽ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി വീണ്ടും ഇടിച്ചിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ലുക്ക് തന്നെ നോക്കിയ എന്താ ലുക്ക്. ഇപ്പോൾ ഒരു നാച്ചുറൽ വൈബ്. 2 സൈഡും മരമെല്ലാം ആയിട്ട് പീടിയ കച്ചവടം അങ്ങനെയെല്ലാം ആയിട്ട് വീണ്ടും ആൾക്കാർ കുറച്ച് മുന്നോട്ടാണ് ഗൈസ്. ഞാൻ ഇവിടെ വണ്ടി നിർത്തിപ്പോയി ഗൈസ്. ഇവിടെ അപ്പാപ്പന് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പാപ്പന് വരെ കൊമ്പൻ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു ഗൈസ്. കണ്ട നമ്മൾ ബസ്സിൽ ഇപ്പോൾ 29 ആൾക്കാരുണ്ട് ഗൈസ്. 29 ആൾക്കാർ. സീറ്റിൽ ഇപ്പോൾ ഫുള്ളാവും. സീറ്റാകെ 50 മിനിറ്റേ ഉള്ളൂ. അതിൽ പകുതി സീറ്റ് പോയി. പകുതി പൈസ വന്നിട്ടില്ല. കഴിയുമ്പോൾ ചില ആൾക്ക് ഫ്രീ ആയിട്ടെല്ലാം കൊടുക്കും ഗൈസ്. അത് ചില ആളെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ചില ആൾക്ക് ഫ്രീ ആയിട്ടെല്ലാം കൊടുക്കും. നമ്മൾ ടിക്കറ്റിൻ്റെ പൈസ ഒന്നും മേടിക്കില്ല ഗൈസ്. സൈഡിൽ ബീച്ചല്ലേ കാണുന്നത്. സൈഡിൽ കോഴിക്കോട് ബീച്ച് ഗൈസ്. എന്താ വൈബ്. കോഴിക്കോട് ബീച്ച് മരങ്ങളുടെ ഇടയിലൂടെ കാണുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ ബീച്ചാണ്. നിങ്ങൾ ഇവിടെ ആരെങ്കിലും കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ വണ്ടിയെല്ലാം മാറും ഗൈസ്. പിന്നെ ഇങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വണ്ടി മാറണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് റോഡ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് അടിച്ച മുന്നിൽ നിന്നെല്ലാം വണ്ടി മാറും. അതാണ് ട്രിക്ക്. വേറൊന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ ഗൈസ്. കണ്ട ഞാൻ പറഞ്ഞ ബസ് ഗൈസ്. ഇവിടുന്നും ആൾക്കാരുണ്ട്. ആൾക്കാരെല്ലാം അടിച്ച് കയറി വാ വേഗം മൈസൂർ വേക്കർ ഗൈസ്. അങ്ങനെ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിക്ക് കാലിയിട്ട് പ്രശ്നമെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കാരണം വണ്ടീന് ഇപ്പോൾ സ്പീഡിൽ ആക്സിലേറ്റർ ചവിട്ടിയിട്ടും സ്പീഡ് അങ്ങ് കയറുന്നില്ല.
സൈഡിൽ ബീച്ച് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അങ്ങ് നിർത്തിയിട്ട് ഇറങ്ങണമെന്നെല്ലാം ഉണ്ട്. പക്ഷേ ആൾക്കാർ എന്തെങ്കിലും പറയും. ആൾക്കാരെ ഇടയ്ക്കിച്ച ശരിയാവില്ല. കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാത്തത്. ഗൈസ് വീടുന്നു ആൾക്കാരുണ്ടാ ഗൈസ്? എല്ലായിടത്തും കൊമ്പനൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാൻസാന്നല്ലോ. മലബാർ ഏരിയ, മലബാറിൽ ഇത്രയും ഇതുണ്ടാ? മലബാർ ഏരിയയിൽ ഇത്രയും കൊമ്പന് ഫാൻസ് ഉണ്ടെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ഗൈസ് നമ്മളെ മിററിന് എന്തായെന്ന് അറിയില്ല. മിറർ ഇത്ര നേരം പ്രവർത്തിച്ചൊന്നുമില്ല. ഞാൻ മോഡൽ ചെക്ക് ചെയ്തപ്പോൾ മിററിൽ ഉണ്ടായിന്. മിററൊന്നും കാണുന്നില്ല. ബ്ലാക്ക് ആയിട്ട് അവിടെ വെച്ച് ശരിക്കും കാണുന്നില്ല. അതുകൊണ്ടത് ഇങ്ങനെ ഫുള്ള് വണ്ടിയിൽ നിന്നടിച്ച് സൈഡിൽ വരണേ. മിററിൻ്റെ കുഴപ്പമില്ലേനു, നോക്കേനു ഇങ്ങനെ നമ്മുടെ സൈഡിൽ വരുന്നുണ്ടോ. അതുകൊണ്ട് അത് പോയിട്ടുണ്ട് ഗൈസ്. ബീച്ച് അങ്ങത്തോളം ഉണ്ടെന്ന് തോന്നും. ബീച്ച് ഇങ്ങനെ പോയിട്ടും തീരുന്നില്ല ഗൈസ്. ആ ബീച്ച് സൈഡിലോട്ട് ഇങ്ങനെ പോയിട്ടും തീരുന്നില്ല. പക്ഷെ ഇവിടുന്ന് ആൾക്കാർ കുറേ ഉണ്ട് ഗൈസ്. ഏതോ പള്ളീൻ്റെ മുന്നിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇത് പള്ളി തന്നെയല്ലേ? കണ്ടിട്ടൊരു പള്ളി തന്നെയാന്ന് തോന്നുന്നു. ശരിക്കും അറിയില്ല. ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും കാണുന്നില്ല. പിന്നെ പുറത്തായിട്ട് നോക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? കീ ചെയിൻ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിനൊരു തേങ്ങ ഉണ്ട്. പക്ഷെ വേറൊന്നുമില്ല. ഈ ബസ്സിന് വൈപ്പറില്ല. അതാൻ വല്ലാത്ത വൈപ്പോ. ബസ്സിന് വൈപ്പറില്ല. അങ്ങനെയാണ് പ്രശ്നമുള്ളൂ. വേറൊന്നുമില്ല. മുന്നിൽ ആൾക്കാരുണ്ടോ? വേഗം മൈസൂരിൽ പോകേണ്ട ബസ്സാണ്. വേഗം വണ്ടിയിലും മാറും. മൈസൂരിലെത്തണം. 1 മണിക്കൂർ കൊണ്ട് മൈസൂരിലെത്തണ്ടേ? വേഗം മാറി. ബ്ലോക്കാക്കലും വയ്യലും. ഇവിടെ ആൾക്കാരുണ്ട്. അവിടെ വണ്ടി നിർത്താം ഗൈസ്. വേഗം മൈസൂർ. വേഗം മൈസൂർ. ആൾക്കാർ കീന്നില്ല ഗൈസ്. കയറുന്നേ ഉള്ളൂ, കീന്നില്ല. അങ്ങനെ ബീച്ച് കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നു. ബീച്ച് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനിയും ബീച്ച് അങ്ങത്തോടുണ്ട്. പക്ഷെ നമുക്ക് നിർത്തിയിട്ട് നോക്കണമെന്നല്ല ഉണ്ട് ഗൈസ്. പോലീസ് ചിലപ്പോൾ സൈഡിലോട്ട് പോയി ബാക്ക് നേരെ ചേസ് ചെയ്ത് വരും. ഞാൻ സ്പീഡെടുത്ത് പോയി. അനക്കൊന്നും ഫൈൻ എടുക്കാനില്ല. അന്നേ ചെറിയ കുറച്ച് പൈസയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫൈനൊന്നും അടിക്കാൻ കഴിയില്ല. പോട്ടെ, ഞാൻ സ്പീഡെടുത്ത് പോയി. പോലീസിനെ വരാൻ കണ്ട സമയം അടിച്ചിട്ടില്ല. ചെറുങ്ങനെ സൈഡെടുത്തിട്ട് നമുക്ക് പോവാം. ബീച്ച് അങ്ങത്തോടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ട് കുറച്ച് സ്പീഡ് എടുത്തിട്ട് പോയെന്ന്. പിന്നെ മുന്നിൽ വേറെ ബസ്സെല്ലാം ഉണ്ട്. നമുക്ക് നല്ല സ്പീഡ് എടുത്ത് പോകണം. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാം എടുക്കും. കൊമ്പനെല്ലാം പിന്നെ ആൾക്കാർ വേണ്ടേ? എന്നാലും നമുക്ക് വീണ്ടും ഈ റൂട്ടിലേക്ക് വീണ്ടും വരാൻ കഴിയും. അങ്ങനെ നമ്മൾ ആ ബസ് കാണുന്നില്ല ഗൈസ്. ആ ബസ് ഓടി പോയി ഗൈസ്. ഇവിടെ ആൾക്കാരുണ്ട്. ഭയങ്കര മൈസൂരിൽ ബസ്. മൈസൂർ കൊട്ടാരത്തിലെല്ലാം പോകും. മൈസൂരിൽ കൊട്ടാരമുണ്ടോ? കൊട്ടാരമുണ്ടെന്ന് തോന്നുന്നല്ലേ? ഗൈസ് കൊട്ടാരം ഉണ്ടെന്ന് തോന്നുന്നു. കൊട്ടാരമുണ്ട്. ടിപ്പു സുൽത്താൻ മൈസൂരിലല്ലേ? ഗൈസ് നമ്മളെ മൈസൂർ ബേക്കർ ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി സ്പീഡിലെടുത്തു. മുന്നിലേതെങ്കിലും വണ്ടി വരും, അടിക്കും, വീണ്ടും വണ്ടിക്ക് ഡാമേജ് ആവും. അതുകൊണ്ട് വർക്ക് ഷോപ്പ് മര്യാദയ്ക്ക് കണ്ടുപിടിക്കുന്നതാണ് ഉചിതം. വർക്ക് ഷോപ്പ് കാണാനേ ഇല്ല. പെട്രോൾ പമ്പ് ഇത്രപ്പാടുണ്ട്. പെട്രോൾ കുഴപ്പമില്ല. ആടത്തുള്ള പെട്രോളെല്ലാം ഉണ്ട്. അവിടെ പെട്രോളൊന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ നാട്ടിൽ കണ്ട ബസ് ഇതാ ഗൈസ്. നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ബാക്കിൽ നിന്ന് കണ്ട ബസ് തോന്നുന്നു. പക്ഷെ സൈഡ് കണ്ടത് വൃത്തിക്ക് തീരെ ബസ്സാണ്. ഇവിടെ ആൾക്കാർ പിടിക്കാൻ വന്നേന്. ആൾക്കാർ ഓവർടേക്ക് ചെയ്തിട്ട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ നമ്മൾ ബാക്കിൽ നിന്ന് സ്പീഡ് എടുത്ത് വരും. അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകാൻ ഇത് നോക്കുമ്പോൾ വേണ്ട ഗൈസ്. പറഞ്ഞ 50 സീറ്റ് ആകാനായി. 46 ആളായല്ലേ?
ഗൈസ് സീറ്റ് ഫുള്ളാവും. പിന്നെ ആൾക്കാരെ കയറ്റാൻ കഴിയില്ല. കോഴിക്കോട് മൈസൂർ കോഴിക്കോട് മൈസൂർ എത്തണ്ടേ. കോഴിക്കോട് നിന്ന് എത്രപ്പാട് ആൾക്കാരെ കയറി. കോഴിക്കോടിന് സപ്പോർട്ട് ഭയങ്കര ഉണ്ട് ഗൈസ്. കൊച്ചിയിൽ നിന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായിനി. പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ കോഴിക്കോട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ആടത്തേക്ക് പോകുന്നില്ല, നേരെ മൈസൂരിലേക്കാണ് പോകുന്നത്. മൈസൂർ വേഗം ആൾക്കാർ കയറി. മൈസൂർ പറപ്പിച്ചുകൂടിയെന്ന് ബസ്സിനെല്ലാം ഓവർടേക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അപ്പക്ക് വണ്ടി വന്നു, ഒരു സ്കൂട്ടർ ആക്റ്റീവ വന്നു. നമ്മളെന്താക്കാൻ കഴിയും? ആക്റ്റീവൻ്റെ വരാൻ കണ്ട സമയം വീണ്ടും ഗെയിം ലോഡിങ് ആവുന്നുണ്ട്. അപ്പം അടുത്ത മാപ്പിലെത്തിയെന്ന് അർത്ഥം. മൈസൂർ അടുത്തത് ലോഡിങ് ഡ്രൈവ് ടു ബാംഗ്ലൂർ എല്ലാം കാണിക്കുന്നുള്ളൂ ഗൈസ്. മൈസൂറാണ് തോന്നുന്നു, കണ്ടിട്ടൊരു ലുക്കെല്ലാം. ഗൈസ് മൈസൂറെത്തി. ഞാൻ വീണ്ടും മൈസൂർ വാങ്ങിക്കില്ല. എന്തായാലും വെറുതെ ഒരു പഞ്ചിന് പറയാം. വേഗം മൈസൂരിൽ പോകുന്ന ബസ്സാ. വേഗം കയറി കൊമ്പലിൽ കയറി വേഗം മൈസൂർ പോകേണ്ടതാ. സമയമില്ല, ആൾക്കാർ കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്ര ആളുള്ളൂ, 5 ആളേ ഉള്ളൂ. കുറച്ച് കുറവാന്നല്ല, 50 ആൾക്കാരായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ബസ്സിന് ഹാഫ് സെഞ്ചുറി, ഞങ്ങൾക്ക് ഫുൾ സെഞ്ചുറി ആക്കാൻ കഴിയുന്നറിയില്ല. ഒരു 100 ആളൊക്കെ എത്തിയാലോ. പിന്നെ MPD വണ്ടി പൊക്കലേക്ക് ഇത്രപ്പാട് ആളൊക്കെ കയറ്റാൻ പറ്റില്ല. ചൂടെടുത്തിട്ട് മരിച്ചോന്ന് പറയലേക്കും. ചൂടെടുക്കൂലേ. ഒന്നാമതിപ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മുടെ ബസ്സിൽ AC ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. AC എല്ലാം ഉണ്ട്, പക്ഷെ ആൾക്കാർ കൂടുതലനുസരിച്ചിട്ട് ACൻ്റെ പവറും കുറയൂലേ. അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മൈസൂർ ഫുള്ള് എന്തൊരു ക്ലാസിക് ലുക്കാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ച് ലുക്കാണെങ്കിൽ ഇത് ക്ലാസിക് ലുക്ക്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുന്നേ നമ്മുടെ നാനോ കാർ പോകുന്നുണ്ട് ഗൈസ്. നാനോ കാറിനെല്ലാം എടുത്തു വെച്ച് നോക്കി ഗെയിം മാലിയോ കാർ സമ്മതിക്കണം. ഈ നാനോ കാറെല്ലാം എടുത്തങ്ങ് വെച്ചിന് കോപ്പി അടിച്ചിട്ട്. ആ ടാട്ടയിൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും നാനോ കാറിൻ്റെ. വേറൊരു കാർ അങ്ങനെ കാണും. അങ്ങനെ ഗൈസ് വർക്ക് ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ഷോപ്പിലെത്തിയിട്ടുണ്ട്. വണ്ടി ശരിയാക്കണം, നല്ലോണം ഡാമേജ് ആയി. അങ്ങനെ അതെന്താ ഗൈസ് കൊടുക്കാൻ കഴിയുന്നില്ല. ഒന്ന് നോക്കട്ടെ കൊടുക്കാൻ. അങ്ങനെ ഗൈസ് പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൊമ്പന് കുറച്ച് ഡാമേജ് ആയിന്, അതുകൊണ്ട് നമ്മൾ ശരിയാക്കിയെന്ന്. ആൾക്കാരെല്ലാം ഒരു ഹോട്ടലിൽ നിന്ന് കയറ്റിയിട്ടാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഹോട്ടലിനെല്ലാവരും ബിരിയാണി നിൽക്കി പൈസ അമ്മ കൊടുത്തോളൂ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് എന്താ വേണ്ടേ അതെല്ലാം മേടിച്ചെന്ന് പറഞ്ഞ് പൈസ നമ്മൾ കൊടുത്തോളൂ പറഞ്ഞ്. പിന്നെ ആൾക്കാരെല്ലാം പോയി അപ്പുറത്തെ ഹോട്ടലിൽ കയറി നിന്നിട്ടുണ്ട്. പൈസ ആൾക്കാരെല്ലാം തിരിച്ച് കയറി. നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി ശരിയായി. നല്ല നമുക്ക് വണ്ടി എടുക്കാം. ഇനി പോയി ഡാമേജ് ആക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. ഡാമേജ് മല്ലന വരട്ടില്ല. അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ വീണ്ടും പറപ്പിച്ച് പോകാൻ പോയിരുന്നു. പറപ്പിച്ച് പോകുന്ന ഗൈസ് ഇവിടെ എന്ത് റോഡിൻ്റെ ഏരിയ ഏതാന്ന് ഗൈസ്. ഇവിടെ റോഡ് നോക്കിയേ. ഗൈസ് അങ്ങനെ നമ്മൾ ആ റോട്ടിലോട്ടെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര വലിയ ടൗൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് വലുതാക്കണം. നേരെ റോഡ് ഗൈസ്. ഗൈസ് അവിടെ പോസ്റ്റുള്ള ശ്രദ്ധിച്ചിട്ടില്ല ഗൈസ്. വണ്ടി ശരിയാക്കിയത് വെറുതെ പോയി. വണ്ടി ശരിയാക്കിയത് ഡാമേജ് മുഴുവായി. എന്താ അവസ്ഥ. ആ സൈഡിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് കൊണ്ടെങ്കിൽ അവിടെ റോഡ് ചെറുതാക്കി. പോസ്റ്റ് സൈഡിൽ വെക്കല, പോസ്റ്റെല്ലാം അങ്ങോട്ടല്ല വെക്കണ്ടേ ഗൈസ്. വണ്ടി അവിടെ പോസ്റ്റിനടിച്ചിട്ട് 3 പേഴ്സൻ്റ് ഡാമേജായി.
എന്താ അവസ്ഥ അങ്ങനെ ഒരു സർക്കിളിലെത്തിയിട്ടുണ്ട്. മൈസൂറിൻ്റെ അഭിമാനമായ സർക്കിളിലെത്തിയിട്ടുണ്ട്. അതിന് നടുക്ക് എന്താ എല്ലാവരും അവിടെ പ്രതിമയിൽ വെക്കലുണ്ട്. ഇവരെന്തോ ഒരു ബിൽഡിങ്ങാണ് അവിടെ വെച്ചിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ ബസ് സ്റ്റോപ്പിലൊന്നും ഒറ്റ ഒരാളില്ല ഗൈസ്. എൻ്റെ ബസ്സിൽ കയറാൻ, നമ്മളെ കൊമ്പനിൽ കയറാൻ, പക്ഷെ ഒറ്റ ഒരാളില്ല. എന്താ അവസ്ഥ നോക്ക്, ഒരാൾ പോലില്ല. പക്ഷെ നമ്മൾ പറപ്പിച്ച് വിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും മൈസൂർ തന്നെയല്ലേ, അടുത്തുനിന്ന് ബാംഗ്ലൂരാ. ബാംഗ്ലൂരിലാകുമ്പോൾ ഇനി പോകണ്ടേ. അങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 ആളും കൂടി കയറിയപ്പോൾ 53 ആൾക്കാരായി ഗൈസ് നമ്മളെ ബസ്സിൽ. മൈസൂരത്തുള്ള ആളോട് മൈസൂർ എന്ന് പറഞ്ഞാലോ, മൈസൂർ വേങ്കർ. മൈസൂരിൽ കുറേ സ്ഥലം ഉണ്ടാവില്ല ഗൈസ്, ഈ ലോക്കൽ ഏരിയ. അങ്ങനെ മൈസൂർ എന്നും പറയാം ഗൈസ്. ആൾക്കാർക്ക് ഈന്ന് കാണില്ല ഗൈസ്. അതുകൊണ്ട് സീറ്റ് നമ്മളത് ഫുള്ളായി എന്നിട്ട് ഇപ്പോൾ കാണിച്ചേ. സീറ്റ് ഫുള്ളായി എന്നിട്ടില്ല കാണിച്ചിപ്പോൾ ഗൈസ്. ഇപ്പോൾ ആൾക്കാർ കയറുമ്പോൾ കണ്ട സീറ്റ് ഫുൾ എന്ന് കാണിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ആടുന്ന് ഒരു ചങ്ങാനെ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഒരു വയസ്സായ പെണ്ണുങ്ങളോട് അയാൾ കയറ്റി വിട്ട്. അയാൾ മനസ്സിന് ഒരു ലൈക്ക് കൊടുക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം മൈസൂറത്തെ ആൾക്കാരിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത മാപ്പാണ്. അടുത്ത ബാംഗ്ലൂരാണ് തോന്നുന്നത്. ബാംഗ്ലൂരിലെത്തിയെന്ന് തോന്നുന്നു. ആടുന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലെത്താൻ അത്ര വലിയ പണിയൊന്നുമില്ല ഗൈസ്. ആടുത്തെ ബസ് സ്റ്റോപ്പ് എത്തും വേണ്ട. ബാംഗ്ലൂർ വെച്ചൊരു തിരക്ക് പിടിച്ച സിറ്റിയാണ്. പക്ഷെ ഭയങ്കര നേരെ റോഡൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കല്ല. ഇങ്ങോട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പണിയാണ്. ഫുള്ള് ബ്ലോക്ക് ഉണ്ടാകുന്ന ഏരിയയാണ് ഈ ബാംഗ്ലൂരല്ലോ. ഭയങ്കര സമരം പോലും നടക്കൂല. സമരം വെച്ചാൽ ബന്ദ് വെച്ചാൽ വരെ നടക്കാത്ത സ്ഥലമാണ് ബാംഗ്ലൂർ. അത്രക്കും തിരക്കാറുണ്ടാവില്ല. മുന്നിലൊരു ജീപ്പ് വന്നിട്ടുണ്ട്. ആ ജീപ്പിനെല്ലാം അടിച്ച് തെറിപ്പിച്ച് പോകുന്നുണ്ട്. ഓൾറെഡി വണ്ടി ഡാമേജായി ഇനിയും കുഴപ്പമില്ല. എന്തായാലും ശരിയാക്കണം. പിന്നെ അതിൻ്റെ അപ്പുറം ഇതും കിടക്കിട്ട് ഒരുമിച്ച് ശരിയാക്കാൻ അല്ലേ. വേഗം ബസ് സ്റ്റോപ്പ് എത്തണം ഗൈസ്. വീണ്ടും അടുത്ത പോസ്റ്റിനെ കൂടെ തോറ്റി അവസ്ഥയും വീണ്ടും പോസ്റ്റിനടിച്ച് ഗൈസ്. അങ്ങനെ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. പെട്രോളൊന്നും തീരാനായിട്ടില്ല. പെട്രോൾ കഴിഞ്ഞാൽ 60 ലിറ്റർ ബാക്കിയുണ്ട്. അപ്പൊക്കെല്ലാം എത്തും. അവിടെ പെട്രോളൊന്നും അടിക്കുന്നില്ല. ചെറുതായിട്ട് വഴി തെറ്റാൻ പോയതാണ്. പക്ഷെ തെറ്റിയിട്ടില്ല. ഇനി ആൾക്കാരെ കയറ്റാനും കഴിയില്ല. അതാണ് ഒരു സങ്കടം. കൊമ്പൻ്റെ ഫാൻസാറ് ഇനി കയറ്റാൻ കഴിയില്ല. ആ സീറ്റ് ഫുള്ളായിപ്പോയി. അത്രക്കും ആൾക്കാർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കൊമ്പൻ്റെ ഫാൻസ് ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഗൈസ്. കൊമ്പെന്താവിന് ബസ് സ്റ്റോപ്പ് ഇത് ബസ് സ്റ്റോപ്പാണ് ഗൈസ്. അല്ല ഗൈസ്, ഇത് ബസ് സ്റ്റോപ്പൊന്നുമല്ല. ഇപ്പുറത്തുള്ളതാണ് ബസ് സ്റ്റോപ്പ്. ശരിക്കും ഗൈസ് ഇപ്പുറത്തല്ലേ സാധാരണ ഇങ്ങനെ വണ്ടി പോക്ക് എനിക്ക് തോന്നുന്നതാണ് ഗൈസ്. ആൾക്കാർക്ക് നടക്കാനായിട്ട് മാത്രം മേലോട്ടൊക്കെ ഉണ്ടാകും. നടുപ്പാതാക്കിയിട്ട് നമ്മളെ നാട്ടിലെല്ലാം താഴോട്ടല്ലേ കണ്ട. നടുപ്പാതാക്കിയിട്ട് ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിക്ക് ഇറങ്ങിയിട്ടെല്ലാം പോകണ്ട ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളോട്ടങ്ങ് പോയാൽ പോലെ. ഇതിൻ്റെ ഉള്ളോട്ടങ്ങനെ നൈസിൽ വണ്ടി എടുത്തങ്ങ് പോവാം. വണ്ടി നൈസിൽ ഇങ്ങനെ തിരിച്ചാൽ മതി. കൊമ്പനല്ലേ, വണ്ടി അടിച്ചാലും കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം വീശിട്ടുണ്ട്. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.